ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ മേക്ക് ഓവറാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം വേണ്ടേ നമ്മളിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബിയറിൻ്റെ ബോട്ടിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ സ്റ്റിക്കറൊന്നും ഫുള്ള് ഇളക്കി കളഞ്ഞിട്ടില്ല. അവിടെ എവിടെയൊക്കെ കുറച്ച് ഇളക്കി കളഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. സ്റ്റിക്കർ ഫുള്ള് ഇളക്കി മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം വേണ്ടേ അടുത്ത ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. നമ്മുടെ ബോട്ടിലേക്ക് ആവശ്യത്തിനുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഗമ്മ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഫെവിക്കോൾ ആണ്. ഈ ട്യൂബിനകത്ത് ഉള്ള അത്രയും ഫെവിക്കോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗമ്മും പ്ലാസ്റ്റർ ഓഫ് പാരീസും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യമേ വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ കുറച്ച് ഒഴിച്ച് ഒന്നത് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം വീണ്ടും ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചൊഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളവും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഗമ്മും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കട്ട പോലെ ആയി കിടക്കരുത്. ഇല്ലാതെയും കൂടി നല്ല പേസ്റ്റ് പരുവത്തിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിവിടെ ബബിൾ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഈ കുപ്പിയുടെ ഇവിടം വരെയുള്ള നീളത്തിലും പിന്നെ ഇത് നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാനുള്ള വീതിക്ക് നമ്മളിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഫുള്ളേ ഒഴിക്കുന്നില്ല, കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. അപ്പം വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ആ മിക്സ് ഇരിക്കാൻ വേണ്ടിയ. ആ ഷീറ്റിലോട്ട് നമുക്ക് ഇതൊന്ന് ഫുള്ളേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബബിൾ പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് ആ മിക്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ കനത്തിൽ വേണം എല്ലാ ഭാഗത്തും ഇരിക്കാൻ വേണ്ടി. അല്ലാതെ ഒരു ഭാഗത്ത് കനം കൂടി ഒരു ഭാഗത്ത് കനം കുറഞ്ഞ് അങ്ങനെ വരരുത്. ഒരേ രീതിക്ക് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റോള് ചെയ്ത് കൊടുക്കുക. അപ്പം വേണ്ട അതിനെ നമ്മളിങ്ങനെ റോള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മുകൾ ഭാഗത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ബാലൻസ് വെച്ച മിക്സ് എടുത്ത് ഇതിൽ നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബോട്ടിൽ എടുക്കുക. നമ്മുടെ ആ ഭാഗത്തോട്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ച് ആ ഷീറ്റുകളോട്ട് ചേർത്ത് വേണം ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി. ഇവിടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുമ്പോഴത്തേന് ആ മണ്ടഭാഗം ഇങ്ങനെ താഴോട്ട് മടക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് ആ മുകൾ ഭാഗത്ത് നമ്മൾ റബ്ബർ ബാൻഡ് വല്ലതും ഒന്ന് ഇട്ട് വെച്ചേച്ചാൽ മതി. ഈ ഭാഗത്തോട്ട് ഇങ്ങനെ മടക്കി വെക്കേണ്ട. നമ്മൾ പിന്നീട് ഈ ഷീറ്റ് ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ ഇത് പൊട്ടിപ്പോകും.
ഇത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയായിരുന്നിത്. അതുകൊണ്ട് ഈ ഒരു രീതിയിലോട്ട് നമ്മൾ താഴോട്ട് മടക്കി വെക്കണ്ട. മുകൾ ഭാഗത്ത് ഇങ്ങനെ മടക്കിയിട്ട് മുകൾ ഭാഗത്ത് മിച്ചം വരുന്നിടത്ത് നമ്മൾ റബ്ബർ ബാൻഡ് വെള്ളം ഇട്ടൊന്ന് കൊടുത്തേച്ചാൽ മതി. അപ്പം വേണ്ട നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു 2 മണിക്കൂർ വെച്ചതേ ഉള്ളേ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം കൂട്ടി വയ്ക്കാം. ഇനി നമ്മുടെ ബബിൾ പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്കിതേ പതുക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് പതുക്കെ വേണം ഇളക്കിയെടുക്കാൻ വേണ്ടി. നമ്മുടെ ഈ ഭാഗമൊക്കെ സൂക്ഷിച്ച് വേണം ഇളക്കിയെടുക്കാൻ. നമുക്കിവിടെയാണ് മുട്ടനൊരു പണി കിട്ടിയിരിക്കുന്നത്. ഇതിങ്ങനെ മടക്കി വെച്ചത് കൊണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ മടക്കി വയ്ക്കാതെ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ട് തന്നെ വയ്ക്കുക. നമുക്കപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി മാറ്റി എടുക്കാം. അപ്പം വേണ്ട നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ, ആ ഷീറ്റ് ഇളക്കി മാറ്റിയപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഭാഗം പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മടക്കി വെക്കേണ്ട. മുകളിലോട്ട് നമ്മൾ റബ്ബർ ബാൻഡ് വല്ലതും ഇട്ട് കൊടുത്തേച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ അറിയത്തില്ലല്ലോ, ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോഴല്ലേ നമുക്ക് അതിനകത്തെ മിസ്റ്റേക്കൊക്കെ മനസ്സിലാകുന്നത്. അപ്പം നിങ്ങൾക്കത് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അക്രിലിക് കളർ റോസ് കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളർ ഏതാണോ അതെടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് വീതിയുള്ള ബ്രഷാണ് എടുത്തിരിക്കുന്നത്. നമുക്കതുകൊണ്ട് പെയിൻറ്റ് ചെയ്തതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ റോസ് കളറ് ഫുള്ളായി അടിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മളിവിടെ മെറ്റാലിക് കളർ ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ചെയ്യേണ്ട നമ്മുടെ ഗോൾഡൻ കളറൊക്കെ നമ്മൾ ഫുൾ അടിച്ചെടുത്തിരുന്നു. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ കുറച്ച് പേൾസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിന് വരുന്ന പേൾസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഹാഫ് കട്ട് പേൾസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പേൾസ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫെവിക്കോളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ആ ഹോളിനകത്തോട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോ പേൾസ് അതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനി വരുന്നതാണ്. അപ്പം വേണ്ട നമ്മൾ ഈ ഒരു രീതിക്ക് പേൾസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 പേൾസ് വീതം ഒട്ടിച്ച് കൊടുക്കാം. അപ്പം വേണ്ട നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 3 പേൾസ് വീതം ഒട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് പേൾസ് ഒട്ടിച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എൻ്റെ കയ്യിലിപ്പം കുറച്ച് പേൾസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ഒട്ടിച്ച് കൊടുത്തത്. നിങ്ങൾക്കിനി ഇത് ഫുള്ള് വേണമെങ്കിലും പേൾസ് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നേരത്തെ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.